ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വീഡിയോ ചെയ്യാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോവാം, അമൃതയിലേക്ക്. നേരത്തെ എനിക്ക് കൂലിയൊക്കെ കഴിഞ്ഞ് ഏത് വന്നു കുളിച്ച് സുന്ദരപ്പെട്ടപ്പനായിട്ട് വേറെ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരെ പഠിച്ചിട്ടാണ് അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, മുടി കെട്ടാനുണ്ട്, ചായ കുടിക്കണം, പോകണം. ഇപ്പോൾ എത്ര മണി? 5:10. 6:10 ചായ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് കാണിച്ചത് ബാക്കി ഓണ വിശേഷങ്ങളൊക്കെ വഴിയിൽ കാണിക്കാട്ടോ. ഓക്കെ, ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഞാൻ പറഞ്ഞില്ല അമൃതയിലേക്ക് പോകാമെന്ന്. ചേച്ചി ഞാൻ എന്തിനാ അമൃതയിലേക്ക് പോകുന്നത് പറഞ്ഞില്ലല്ലോ. ഒരു അസുഖമുണ്ട്, പാർക്കിൻസൺസ് പറഞ്ഞത്. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറോട് പറയാൻ ചേച്ചി വെച്ചുകൊണ്ടിരിക്കണ്ടെന്ന് ചേച്ചി വേറെ തന്നെ പറയുന്നു, കാണിക്കാൻ ടൂറിനായിരുന്നു. അപ്പോൾ അങ്ങനെ പോവാണ്, ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെല്ലാൻ പറഞ്ഞത് സേതുവിൻ്റെ വണ്ടി, ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ പോകണം. ഇതിൻ്റെ വണ്ടിയിലാണ് വഴിയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. നേരം വൈകുന്നുണ്ട്, മൊത്തത്തിൽ നേരം വൈകി. അല്ലെങ്കിൽ ഞങ്ങൾ ഈ നേരത്തെ പറവൂര് എത്തണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇടമുട്ടത്ത്, എൻ്റെ വീട്ടിലായിരുന്നു രണ്ട് സൈഡിൽ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോവാറ് ഭർത്താവിൻ്റെ വീട് ഇവിടെ നാട്ടിലാണ്. ചേട്ടൻ്റെ വീട് നാട്ടികയിലാണ്. നാട്ടികയിൽ ഞങ്ങൾ പോവാറ്. ആദ്യമായിട്ട് ഇടമുട്ടത്തുനിന്ന് അങ്ങോട്ട് പോകണം അമ്പത്തേക്ക്. മൊത്തത്തിൽ ആകെ നേരം വൈകും ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലെ കാഴ്ചകളൊക്കെ കാണിക്കാട്ടോ. എത്തിയിട്ടാണ് പാർക്കിങ്ങിലെത്തി. അമൃത ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിലെത്തി. ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. ഒ.പിയിൽ കാണിച്ച് ഡോക്ടറുടെ ഇതൊക്കെ എടുത്തു. ബില്ലടച്ചിരിക്കുന്നു ഡോക്ടറെ കാണാനായിട്ട്. അമൃത ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് അത് ഫുൾ ഭാഗം. ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങിയിട്ടേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കട്ടോ. നല്ല ഭംഗിയുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. കുറേ പ്രശ്നമില്ലാതെ എനിക്ക് വെച്ചു. നല്ല ഭംഗിയുണ്ട്. മീനെ കാണിച്ചിട്ട് മീനൊക്കെ ഉണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇത് ഹോസ്പിറ്റലിൽ വന്ന പോലെ നമുക്ക് തോന്നില്ല. നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ നിൽക്കും. പക്ഷേ എനിക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ വരെ ടെൻഷനായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ടെൻഷൻ മാറി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമില്ല, ഈ മരുന്ന് തന്നെ കഴിച്ചോളാം. ഇത് തന്നെ കളിയാക്കുക. യദുവിനോട് ചിക്കൻ സത്യത്തിൽ ഡോക്ടറെ കാണാൻ വന്നതാണോ അതോടെ വീഡിയോ പിടിക്കാൻ വന്നതാണോ?